രാമസീത ലക്ഷ്മണന്മാർ കാനനവാസം തുടങ്ങുന്ന ഘട്ടത്തിൽ ഭരദ്വജ മുനിയുടെ ആശ്രമത്തിലെത്തുന്നുണ്ട്. ഭരദ്വജാശ്രമ പ്രവേശം എന്ന് പേരിട്ടിട്ടുള്ള ആ പദ്യഭാഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോടൊത്തൊരു മൃഗത്തെ കൊന്നു, സാധരം ഭുക്ത സുഖേന വസിച്ചത് പാദപമൂലെ ദളാഢ്യ തൽപസ്ഥലേ എന്നാണ് അദ്ദേഹം എഴുതിയുള്ളത്. രാഘവൻ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ തന്നെ. ശ്രീരാമൻ സോദരനോടൊത്തൊരു മൃഗത്തെ കൊന്ന് ആദരവോടെ ഭുജിച്ചു എന്നു മാത്രമല്ല, ഒരു വൃക്ഷ ചുവട്ടിൽ ഇലകൾ വിരിച്ച ശയ്യയിൽ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. രാമായണം ദശകങ്ങളായി പാരായണം ചെയ്യുന്നവരും ഈ വരികൾ വായിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവരത് കാണുന്നില്ല. അതിരുകടന്ന വിശ്വാസം മനുഷ്യരെ എത്രമാത്രം അന്ധരാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രധാന കാരണം രാമായണം വായിച്ചല്ല ആരും രാമഭക്തരാകുന്നത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ കേട്ടിട്ടാണ്. ആ കഥയിലെ രാമൻ വിശിഷ്ട ഗുണങ്ങളുള്ള വ്യക്തിയാണ്. മാംസമൊന്നും കഴിക്കില്ല. മാംസം ഭക്ഷിക്കുന്നത് ഒരു അസുര ഗുണമായി, ഒരു തമോ ഗുണമായി മാംസം ഭക്ഷിക്കുന്നവർ തന്നെ കരുതി പോരുന്ന നാടാണിത്. പാലും വെണ്ണയും നെയ്യും ധാന്യങ്ങളും പച്ചക്കറിയും ഒക്കെ കഴിക്കുന്നതാണ് ദേവഗുണം, രജോ ഗുണം. മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നത് തമോ ഗുണമാണ്. തലച്ചോറിൽ ഇത്തരം സെറ്റിങ്ങുകളുമായി വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഭക്തി പുരസരം രാമായണം വായിക്കുന്നത്. 100 തവണ വായിച്ചാലും രാമൻ മാനിനെ കൊന്ന് സാദരം ഭുജിച്ചു എന്ന ഭാഗത്തിൻ്റെ അർത്ഥം തലയിൽ കയറില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരാളെ പറ്റി അയാൾ എത്ര മോശപ്പെട്ട ആളാണെന്ന തെളിവുകൾ ആരൊക്കെ കൊണ്ടുവന്നാലും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുന്നതുവരെ നിങ്ങൾ അയാൾക്കൊപ്പം തുടരും, അയാളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ഭക്തിവാദി യുക്തിവാദി ഭേദമില്ല. മസ്തിഷ്കത്തിൻ്റെ സെറ്റിംഗ് ആണ്. വേട്ടയാടി തിന്ന് 14 വർഷം കാട്ടിൽ കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ശ്രീരാമൻ. കൊട്ടാരത്തിലെ സകല സുഭിക്ഷതയിലും ജീവിച്ചു വന്ന ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് പാലിക്കാനാണ് കാട്ടിൽ കഴിഞ്ഞത്.